ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ പോവുക, അമ്പലത്തിൽ പോവുക, കാവിൽ പോവുക. ഞാൻ മാത്രമല്ല, നമ്മൾ കർണാടകയിൽ നിന്ന് ഒരുത്തന്നെ ഇറക്കുമതിയായിട്ടുണ്ട്. അവൻ കണ്ണനാണ്, അവൻ കണ്ണൻ. പിന്നെ ഞാൻ, അമ്മ, അച്ഛൻ എല്ലാവരും കൂടെ നേരെ കാവിലോട്ട് പോയി. സാധാരണ വെച്ചാൽ നമ്മൾ അമ്മമ്മയുടെ അടുത്ത് പോയി അങ്ങനെയൊക്കെ തന്നെ പോകാറുള്ളൂ. പക്ഷെ നമ്മൾ ഇപ്രാവശ്യം നേരെ കാവിലേക്ക് പോയി. എന്തിനാ? ഫുഡ് കഴിക്കാൻ. കാരണം അമ്മമ്മ എല്ലാവരും അവിടെ തന്നെ ഉണ്ട്, പിന്നെ അവിടെ ഫുഡും ഉണ്ട്. സോ നമ്മൾ അവിടെ തന്നെ പോയി നേരെ ഫുഡ് കഴിച്ചു. പിന്നെ എന്താണ് അമ്പലത്തിലേക്ക് കയറിയത്, എന്ത് ചെയ്യണം എന്ന് നോക്കണേ. പിന്നെ നേരെ പോയി ചന്ദനമൊക്കെ വെച്ച് അമ്പലത്തിൽ കുറച്ച് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞിട്ട് കുറേ സമയം പോസ്റ്റ് അടിച്ചിരുന്നു. കാരണം കാവിൽ കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ആ ഒരു ഏരിയയിൽ ഞങ്ങൾ ശാന്തിയും മക്കളും മാത്രമായിട്ട് കുറേ സമയം ഇരുന്ന് കത്തിയടിക്കായിരുന്നു. പോകുന്നവരും വരുന്നവരൊക്കെ ഞങ്ങളെ തന്നെ ഇങ്ങനെ നോക്കണ്ടായിരുന്നു. കാരണം അവിടെ ഇട്ടി ഷെയറൊക്കെ എടുത്തിട്ടാണ് ഇരുന്നത്. പിന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടു, ആ കുട്ടിയുടെ പേര് നിയാന്നാണ്. അപ്പോൾ അവളുടെ അടുത്ത് ഞാനിങ്ങനെ എല്ലാം പറയായിരുന്നു. പിന്നെ കുലുക്കി ഒഴിച്ചു. ആ കുലുക്കിയാണെങ്കിൽ ഇവന് മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ. ഇവൻ എന്ത് സാധനമാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. കാരണം വേറൊരാൾക്കും ആ സാധനം ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവിടെ ഇങ്ങനെ കുറേ സമയം ഇരുന്ന് അപ്പോഴേക്ക് കാവിലെ പരിപാടിയൊക്കെ തുടങ്ങി. പിന്നെ ഈ ഒരു സാധനം വാങ്ങി. ഈ ഒരു സാധനത്തിന് 80 രൂപ പറഞ്ഞിട്ട് ഞാൻ 40 രൂപ വാങ്ങി. പക്ഷേ തിരിച്ചിങ്ങോട്ടേക്ക് വരാനായപ്പോൾ അത് പൊട്ടി. അവൾ പ്രാഗിയതാണോ എനിക്ക് ഡൗട്ടുണ്ട്. പിന്നെ ഇവൻ്റെ കുടുംബമാണെന്ന് തോന്നുന്നു. കാരണം ഭയങ്കര കത്തിയടിയും ഭയങ്കര സംസാരമൊക്കെയാണ്. ചിലപ്പോൾ ആയിരിക്കാം, പക്ഷെ ഞാനങ്ങനെ എനിക്കറിയത്തില്ല. ഞാൻ അവൻ്റെ കുടുംബമായതുകൊണ്ട്. പിന്നെ ചോളം, പിന്നെ അത് ഇതൊക്കെ വാങ്ങി. പിന്നെ എന്തൊക്കെയൊക്കെയോ കുറേ സംഭവങ്ങൾ നടന്നായിരുന്നു അതിൻ്റെ ഇടയിൽ. പിന്നെ ഫാന് ഇല്ലാത്തതുകൊണ്ട് കാറ്റ് കൊള്ളാൻ വേണ്ടി ഓരോ കടയിൽ കയറി മറ്റേ ഫാൻ ഉണ്ടല്ലോ അത് വെച്ച് നോക്കുമായിരുന്നു. പിന്നെ ഡാൻസും കാര്യങ്ങളും, പാട്ട്, കൂത്ത്, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് കുറേ സെറ്റപ്പ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ലാസ്റ്റ് വരെ നിന്നായിരുന്നു. പിന്നെ ഒട്ടും വയ്യാതായപ്പോഴേ തിരിച്ചു വന്നത്. പിന്നെ അമ്മുവൊക്കെ ഒരുമാതിരി ആയിരുന്നു. ബാക്കി നാളെ